വിദേശ രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയും കുടിയേറ്റത്തിന് കടിഞ്ഞാണിട്ടും തേരോട്ടം നടത്തുന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അയൽരാജ്യമായ കാനഡയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒരു ചെക്ക്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മാർക്ക് കാർണി പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതോടെ കാനഡയെ വിഴുങ്ങാമെന്ന ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടിയായി. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്താൻ യുഎസ് പ്രസിഡന്റ് ശ്രമിക്കുന്നുവെന്നും വിജയിക്കാൻ അയാളെ അതിന് അനുവദിക്കില്ലെന്നും മാർക്ക് കാർണിയുടെ പ്രഖ്യാപനം. ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും യോഗ്യനാണ് കാർണിയെന്ന് നിരീക്ഷകർ. രാഷ്ട്രീയത്തിൽ തികച്ചും അപരിചിതനായ മാർക്ക് കാർണിയെ കാത്തിരിക്കുന്നതാകട്ടെ അനവധി വെല്ലുവിളികളും. I, Mark Carney, do swear that I will be faithful and bear true allegiance to His Majesty, King Charles III, King of Canada. രണ്ട് രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്ക് മേധാവിയായിരുന്നു മാർക്ക് കാർണി എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കാനഡ നിൽക്കെയാണ് പ്രധാനമന്ത്രി പദവിയിലെത്തുന്നത്. I, Mark Carney, do swear that I will be faithful and bear true allegiance to His Majesty, King Charles III, King of Canada, his heirs and successors. ബാങ്കറുടെ കണിശമായ സാമ്പത്തിക കണക്കുകൂട്ടലുകൾ കൊണ്ട് രാജ്യത്തെ രക്ഷിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയെന്നാണ് മാർക്ക് കാർണിയെക്കുറിച്ച് വിലയിരുത്തുന്നത്. സർവേ ഫലങ്ങളും അതാണ് വ്യക്തമാക്കുന്നത്. കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിനെ ഉന്നമിട്ട് മാർക്ക് കാർണി പറഞ്ഞത്. ട്രംപിനൊത്ത എതിരാളിയാണ് ഇനി കാനഡയെ നയിക്കാൻ പോകുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തം. രാഷ്ട്രീയത്തിലെ പരിചയമില്ലായ്മ ഒരു പോരായ്മയാണെങ്കിലും വടക്കേ അമേരിക്കയിലെയും യുകെയിലെയും സാമ്പത്തിക വെല്ലുവിളികളെ വിജയകരമായി കൈകാര്യം ചെയ്തും ഏകോപിപ്പിച്ചും കാർണിക്ക് മികച്ച അനുഭവ പരിചയമുണ്ട്. നയവൈകല്യം കൊണ്ട് രാജ്യത്തിനകത്തും പുറത്തും ഏറെ വിമർശിക്കപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ. പ്രതിപക്ഷം പാർലമെന്റിൽ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും സ്വന്തം പാർട്ടിയിൽ നിന്ന് എതിർപ്പ് ശക്തമായതിന് പിന്നാലെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാജി പ്രഖ്യാപിക്കേണ്ടി വന്നു. ഇതിനെ തുടർന്നാണ് ഭരണപക്ഷമായ ലിബറൽ പാർട്ടിയിലെ മുൻനിര നേതാക്കളെ പരാജയപ്പെടുത്തി പാർട്ടിയുടെയും സർക്കാരിന്റെയും അമരത്തേക്ക് മാർക്ക് കാർണി എത്തിയത്. വരുന്ന ഒക്ടോബർ 20 പൊതുതിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി. ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിക്കുള്ള ജനപിന്തുണ 20%. എന്നാൽ മാർക്ക് കാർണി നേതൃനിരയിലെത്തിയതിന് തൊട്ടു പിന്നാലെ ജനപിന്തുണ 30% ഉയർന്നു. ട്രംപിന്റെ തീരുവ ചുമത്തലും അധിനിവേശ ഭീഷണിയും ലിബറലുകളുടെ പിന്തുണയെ സഹായിച്ചുവെന്നതും സത്യം. പിയർ പൊലീവർ നയിക്കുന്ന മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇടയ്ക്ക് ലഭിച്ച മേൽക്കൈ ഇപ്പോഴില്ലെന്നും ഇരു പാർട്ടികളും ഒപ്പത്തിനൊപ്പമാണെന്നുമാണ് നിരീക്ഷകരുടെ അഭിപ്രായം. ജനങ്ങളുടെ പോക്കറ്റിലേക്ക് കൂടുതൽ പണം എത്തിക്കുന്നതിനുള്ള പദ്ധതി തന്റെ പക്കലുണ്ടെന്നാണ് മാർക്ക് കാർണി കനേഡിയർക്ക് നൽകിയ ഏറ്റവും വലിയ ഉറപ്പ്. പ്രതിസന്ധികളെ മറികടക്കാനാകുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം ഉറപ്പു നൽകി. കാനഡയുടെ വടക്കു പടിഞ്ഞാറു മേഖലയിലെ ഫോർട്ട് സ്മിത്ത് എന്ന ഗ്രാമത്തിൽ അധ്യാപക ദമ്പതികളുടെ മകനായാണ് മാർക്ക് കാർണിയുടെ ജനനം. യുഎസിലെ ഹാർവർഡ് സർവകലാശാലയിൽ നിന്ന് സ്കോളർഷിപ്പോടെ ബിരുദം നേടി. 1995 യുകെയിലെ ഓക്സ്ഫോർഡിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും നേടി. ഗോൾഡ്മാൻ സാക്സിൽ 13 വർഷം ജോലി ചെയ്തു. ജോലിയുടെ ഭാഗമായി ടോക്കിയോ, ന്യൂയോർക്ക്, ടൊറന്റോ എന്നിവിടങ്ങളിലെ ഓഫീസുകളിൽ പ്രവർത്തിച്ചു. 2003 ബാങ്ക് ഓഫ് കാനഡയിൽ ഡെപ്യൂട്ടി ഗവർണറായി. 2007 42-ാം വയസ്സിൽ കാർണി ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറായി. 2008 സാമ്പത്തിക മാന്ദ്യത്തിൽ ലോകരാജ്യങ്ങളെല്ലാം തളർന്നപ്പോൾ കാനഡയെ പ്രതിരോധിച്ചത് മാർക്ക് കാർണിയുടെ കണക്കുകൂട്ടൽ തെറ്റാത്ത സാമ്പത്തിക നീക്കങ്ങളായിരുന്നു. തൊഴിൽ സംരക്ഷിക്കുന്നതിലും കനേഡിയൻ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്തുന്നതിലും അന്ന് അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ നിർണായകമായി. കുറഞ്ഞ പലിശ നിരക്ക് 1 വർഷത്തോളം നിലനിർത്തി പ്രതിസന്ധിയെ മാർക്ക് കാർണി മറികടന്നത് പ്രശംസിക്കപ്പെട്ടു. ഇതിനുശേഷം അംഗീകാരങ്ങൾ അനവധി മാർക്ക് കാർണിയെ തേടിയെത്തി. 2010 ടൈം മാഗസിൻ പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 25 വ്യക്തികളിൽ ഒരാളായിരുന്നു കാർണി. 2001 റീഡേഴ്സ് ഡൈജസ്റ്റ് കാനഡ അദ്ദേഹത്തെ ഏറ്റവും വിശ്വസ്തനായ കനേഡിയനായി തിരഞ്ഞെടുത്തു. ഇതേ വർഷം യൂറോമണി മാഗസിൻ മികച്ച സെൻട്രൽ ബാങ്ക് ഗവർണറായി തിരഞ്ഞെടുത്തതും മാർക്ക് കാർണിയെ ആയിരുന്നു. ബാങ്ക് ഓഫ് കാനഡയിൽ 5 വർഷത്തെ കാലാവധി അവസാനിക്കുമ്പോഴേക്കും കാർണിയെ തേടി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നും ഓഫർ എത്തിയിരുന്നു.
ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ 300 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് UK പൗരനല്ലാത്ത ഒരാൾ തലപ്പത്തെത്തിയത്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോകാനുള്ള UKയുടെ തീരുമാനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിച്ചത് കാർണിയുടെ ഇടപെടലുകളായിരുന്നു. അക്കാലത്ത് റോക്ക് സ്റ്റാർ സെൻട്രൽ ബാങ്കർ എന്ന അപൂർവമായ വിശേഷണത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ ആധുനികമാക്കിയതോടെ മുൻഗാമിയേക്കാൾ മികവോടെ മാർക്ക് കാർണി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. 2020 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ പ്രവർത്തനത്തിനും ധനകാര്യത്തിനുമുള്ള പ്രത്യേക പ്രതിനിധിയായി കാർണി നിയമിതനായി. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിക്കുമ്പോൾ പരിചയത്തിലായ ബ്രിട്ടീഷുകാരി ഡയാന ഫോക്സിനെയാണ് മാർക്ക് കാർണി വിവാഹം ചെയ്തത്. വികസിത രാഷ്ട്രങ്ങളിലെ സാമ്പത്തികകാര്യ വിദഗ്ധയാണ് ഡയാന. ഇവർക്ക് 4 മക്കളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളും കുടിയേറ്റവും കനേഡിയൻ ജനത നേരിടുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ അതിനേക്കാൾ അവരെ ഭയപ്പെടുത്തുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധമാണ്. തീരുവ യുദ്ധത്തിനു പുറമെ കാനഡയെ 51ാം സ്ഥാനത്താക്കുമെന്നും അതാണ് അവർക്ക് നല്ലതെന്നുമുള്ള ട്രംപിന്റെ ആക്ഷേപം നിലനിൽക്കവെയാണ് കാർണി കാനഡയുടെ പ്രധാനമന്ത്രി പദവിയിലെത്തുന്നത്. ട്രംപ് വൻതോതിൽ തീരുവ ഏർപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്ത കാർണി ശക്തി കുറഞ്ഞ അയൽവാസിയെ കൈക്കലാക്കാനാണോ USന്റെ ശ്രമമെന്ന് ചോദിച്ചു. പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാമെന്നാണ് കഴിഞ്ഞ മാസത്തെ നേതൃചർച്ചയിൽ കാർണി വ്യക്തമാക്കിയത്. രൂപത്തിൽ പോലും കാനഡ ഒരിക്കലും USന്റെ ഭാഗമാകില്ല. US തങ്ങളോട് ആദരം കാണിക്കുന്നതുവരെ പകരച്ചുങ്കം ചുമത്തുമെന്നും മാർക്ക് കാർണി പ്രഖ്യാപിച്ചു. ഇന്ത്യ കാനഡ ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ പരിഹരിച്ച് ബന്ധം ശക്തിപ്പെടുത്തുമെന്നാണ് ലിബറൽ പാർട്ടിയുടെ നേതാവായി തിരഞ്ഞെടുക്കുന്നതിന് ഒരാഴ്ച മുൻപ് മാർക്ക് കാർണി പറഞ്ഞത്. ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജ്ജറിന്റെ വധത്തിനു പിന്നിൽ ഇന്ത്യയുടെ കൈകളുണ്ടെന്നാരോപിച്ചാണ് ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയുമായി ഇടഞ്ഞത്. ഹൈക്കമ്മീഷണർമാരെ പുറത്താക്കുന്ന നില വരെ എത്തി. എന്നാൽ ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും നിജ്ജറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു രേഖയും ഇന്ത്യക്ക് കൈമാറിയിട്ടില്ലെന്നും ട്രൂഡോയ്ക്ക് പിന്നീട് കനേഡിയൻ പാർലമെന്റിൽ തന്നെ സമ്മതിക്കേണ്ടി വന്നു. നിജ്ജർ വധത്തിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസിന്റെ തലവൻ ഡാനിയൽ റോജേഴ്സ് അടുത്തയാഴ്ച ഇന്ത്യയിലെത്തുമെന്നത് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമമുണ്ടെന്നതിന്റെ സൂചനയായി കണക്കാക്കുന്നു. ഒക്ടോബറിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പ് മാർക്ക് കാർണിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളിയാണ്. കൺസർവേറ്റീവ് പാർട്ടിയുടെ ശക്തനായ നേതാവ് പിയറി പൊലീവർ, ബ്ലോക്ക് ക്യൂബക്കോയിലെ യവൽ ഫ്രാങ്കോയിസ് ബ്ലാഞ്ചറ്റ് തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തുന്ന വെല്ലുവിളികളെ രാഷ്ട്രീയത്തിൽ കന്നിക്കാരനായ അദ്ദേഹം പ്രതിരോധിക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷം അറിയാം ധനകാര്യ വിദഗ്ധനായ മാർക്ക് കാർണിയെ കാനഡക്കാർ എത്രത്തോളം പിന്തുണച്ചിരുന്നുവെന്ന്.